ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഓണം സീരീസിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തേക്കുന്നത് ചോട്ടൂനും മീട്ടൂനുമായിട്ടൊരു ഡ്രസ്സാണ്. അത് ഒരു സിംഗിൾ മുണ്ട് നിന്ന് 2 ഫ്രോക്ക് ഞാൻ ചെയ്തായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ പണ്ട് കോളേജിൽ ഫൈനൽ ഇയർ ആയിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന എൻ്റെ സെറ്റ് മുണ്ടിന്നാണ് ഞാൻ ഇപ്രാവശ്യം എനിക്കായിട്ടൊരു ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ആരുടെയെങ്കിലും കല്യാണമൊക്കെ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു അമ്പലത്തിലൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്ന എൻ്റെ സെറ്റ് മുണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ സെറ്റ് മുണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒരു ഡ്രസ്സ് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ചോട്ടൂനെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. ചോട്ടൂനെ ഉറക്കുമ്പോഴാണ് മീട്ടൂന് കുറച്ച് നേരം ഫോൺ കൊടുക്കുന്നത്. അത് കൃത്യമായ ടൈമിംഗ് ഉണ്ട്. അപ്പോൾ മീട്ടു അവിടെ ഫോണും കണ്ട് കിടക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ മെറ്റീരിയലിൽ റഫായിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്, പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ ബ്രഷ് യൂസ് ചെയ്ത് തന്നെ ഡയറക്റ്റായിട്ട് വരയ്ക്കുകയാണ് ചെയ്തത്. ക്ലിയറായിട്ട് എനിക്ക് മെറ്റീരിയൽ വരച്ചത് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഫ്ലോറൽ ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ ഫ്ലവേഴ്സിനെല്ലാം പെയിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ലീവ്സും കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തിന്നായിട്ടുള്ള സീറോ ബ്രഷാണ്. പക്ഷേ ഇതല്ല യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കംഫർട്ടബിൾ ഇതായതുകൊണ്ട് ഞാൻ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഈ ലീഫ് വരയ്ക്കാൻ നേരത്തെ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഈ ബ്രഷാണ് തോന്നിയത്. അതാണ് ഞാനിത് സെലക്ട് ചെയ്തത്. പിന്നെ ഇല്ലേ, ഞാൻ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലാണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും വളരെ തോൽവിയാണെന്നറിയാം. തുടക്കമായതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണം. ഞാൻ മുന്നോട്ട് പോകുന്തോറും അത് ക്ലിയർ ആക്കുന്നതായിരിക്കും. ഏകദേശം എല്ലാം ഫിനിഷ് ആയതായിരുന്നു. അപ്പോഴാണ് തോന്നിയത് ഒരു ഫ്ലവറും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഒരു ഫ്ലവർ ചെയ്തപ്പോൾ തോന്നി പിന്നെ കുറച്ച് 2-3 ലീഫും കൂടി ആഡ് ചെയ്യാം. അങ്ങനെ പിന്നെ വീണ്ടും ഇന്ന് ലീഫ് ആഡ് ചെയ്യാൻ തുടങ്ങി. എന്താ ചെയ്യുക, ഓരോ സമയത്തത്തെ ഓരോരോ തോന്നലുകൾ. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയാണ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കഫ്താനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ കണ്ട ഒരാളിതാ അവിടെ കർട്ടൻ്റെ പുറകിൽ ഒളിച്ച് നിൽപ്പുണ്ട്. ചോട്ടു ഈ കുറേ നേരമായി ക്യാമറ കണ്ടപ്പോൾ മുതൽ കർട്ടൻ്റെ പുറകെ കയറി ഇങ്ങനെ ഒളിച്ച് നിൽക്കുക. അപ്പോൾ ഇനി അടുത്ത നേരെ കഫ്താൻ്റെ പരിപാടിയിലേക്ക് പോകാം. 4 മടക്കിയിട്ടു. ആദ്യം നെക്ക് കട്ട് ചെയ്യുകയാണ്. ഞാൻ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കും ഫ്രണ്ട് ഒരുമിച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം 3 എടുത്തു. പിന്നെ ഇറക്കം ഞാൻ 2.5 എടുത്തു. എന്നിട്ട് മാർക്ക് ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഇതല്ല യൂസ് ചെയ്യുന്നത്. വീഡിയോയിൽ കുറച്ച് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് പെൻസിൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എക്സ്ട്രാ ഫ്രണ്ട് നെക്ക് ഞാൻ വി ആണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ കാണാനില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് എൻ്റെ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലും എഡിറ്റ് ചെയ്യുന്ന രീതിയിലും കുറേ തെറ്റുകളുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നെക്കും ചെയ്ത് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് അളവിലുള്ള ഒരു ചുരിദാർ എടുത്ത് കറക്റ്റായിട്ട് വെക്കുക. സ്ലീവിനെ ഞാൻ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വേസ്റ്റ് വരെ നല്ല ഷേപ്പിന് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് കുറച്ച് ഫ്രീ ആക്കി വിടുക. അപ്പോൾ നമുക്ക് നടക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. റീക്രിയേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. തെറ്റുകളൊക്കെ തിരുത്താൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.